നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചതിരിഞ്ഞുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 24, 2025 ഞായർ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ നാലാമത്തെയും അവസാനത്തെയും ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ജെറോം പവലിന്റെ ജാക്സ് ഹോളിലെ സ്പീച്ച്, വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ടിവിറ്റി തുടങ്ങി പ്രധാനമായും 8 ഘടകങ്ങളാണ് ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുക. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ ആഴ്ചയിൽ നമുക്ക് ആകെ 4 ട്രേഡിംഗ് സെക്ഷനുകൾ മാത്രമേ ഉള്ളൂ. 27-ാം തീയതി ബുധനാഴ്ച ട്രേഡിംഗ് ഹോളിഡേ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 26-ാം തീയതി ചൊവ്വാഴ്ച ഓവർനൈറ്റ് പൊസിഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നവർ 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് ചെയ്യുക. 26-ന് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 27-ാം തീയതി കഴിഞ്ഞ് 28-ാം തീയതി വ്യാഴാഴ്ച ഓപ്പൺ ആകുള്ളൂ. 27-നാണ് യുഎസിലെ അഡീഷണൽ ട്രേഡ് താരിഫിന്റെ ഡെഡ് ലൈൻ ഇന്ത്യയുമായിട്ടുള്ള അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഗ്യാപ് ഡൗണോ ഗ്യാപ്പ് അപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പൊസിഷൻസ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകാം. വേഗത്തിൽ തന്നെ നമുക്ക് കഴിഞ്ഞ ആഴ്ചയെ കുറിച്ചൊന്ന് ഓടിച്ചു നോക്കിയിട്ട് വരാം. തുടർച്ചയായി അവസാനത്തെ 7 ട്രേഡിംഗ് സെക്ഷനിലും 6 ട്രേഡിംഗ് സെക്ഷനും നിഫ്റ്റിക്ക് നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും പലവിധ കാരണങ്ങളാൽ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായതെങ്കിലും തുടർച്ചയായി രണ്ടാമത്തെ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ചയിലും 1% നേട്ടത്തോടു കൂടി നമ്മുടെ മാർക്കറ്റിന് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. തുടർച്ചയായി ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായ 6 ആഴ്ചകളുടെ നഷ്ടങ്ങൾക്കു ശേഷം ഈ മാസം പകുതിയോടുകൂടി ഇന്ത്യൻ മാർക്കറ്റ് അതിശക്തമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ നിന്നും ദൃശ്യമാകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ GST റിഫോംസുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകളും 18 വർഷങ്ങൾക്ക് ശേഷം 2007 ശേഷം S&Pയുടെ ഭാഗത്തു നിന്നും ഇന്ത്യക്ക് ലഭിച്ച ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെയാണ് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യമായി തന്നെ ഫെഡ് ചെയർമാന്റെ ഡോവിഷ് സ്റ്റാൻസ് തന്നെയായിരിക്കും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ജാക്ക് ഹോളിലെ ഫെഡിന്റെ ആനുവൽ മീറ്റിംഗിന്റെ ഭാഗമായി ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ ഭാഗത്ത് നിന്ന് വന്ന സ്പീച്ചിനെ തുടർന്ന് യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 846 പോയിന്റുകളുടെ നേട്ടം കൈവരിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. മാത്രമല്ല S&P 500ഉം നാസ്ഡാക്ക് ഒക്കെ 1%-ലേറെ റാലിയും രേഖപ്പെടുത്തി. S&P 500 അതിന്റെ 52 വീക്ക് ഹൈയുടെ അടുത്ത് വരെ എത്തിച്ചേരുകയുണ്ടായി വെള്ളിയാഴ്ചത്തെ റാലിയോടുകൂടി. ഫെഡ് ചെയർമാന്റെ സ്പീച്ചിൽ നിന്നും വരാൻ പോകുന്ന സെപ്റ്റംബർ മാസത്തെ ഫെഡ് പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ കുറിച്ച് സാധ്യതകൾ സൂചിപ്പിച്ചെങ്കിലും ഡോവിഷ് അണ്ടർടോണോട് കൂടിയിട്ടുള്ള സംസാരമായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് തന്നെയായിരിക്കും രണ്ടാമതായി വരുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി, അമേരിക്കയുടെ നേതൃത്വത്തിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുത്ത് മുന്നോട്ട് പോകവെ തന്നെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് റഷ്യയുടെ ഭാഗത്ത് നിന്നും ഉക്രൈനെതിരെ അക്രമം കടുപ്പിക്കുന്ന കാഴ്ചയും ദൃശ്യമാണ്. മാത്രമല്ല അതിനെ തുടർന്ന് വൈറ്റ് ഹൌസിൽ നിന്ന് വരുന്ന സൂചനകൾ പ്രകാരം ഓഗസ്റ്റ് 27-ാം തീയതി മുതൽ ഇന്ത്യക്ക് മുകളിൽ ചുമത്തിയിരിക്കുന്ന അഡീഷണൽ 25% താരിഫ് കൂടി പ്രാബല്യത്തിൽ വരുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ വരുന്ന ആഴ്ചയിൽ കണ്ടു തന്നെ അറിയണം, ഓഗസ്റ്റ് 27-ന് അഡീഷണൽ താരിഫ് നടപ്പാക്കുമോ അല്ലെങ്കിൽ ഡെഡ് ലൈൻ നീട്ടി നൽകുമോ എന്നുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് തന്നെയായിരിക്കും ഓഗസ്റ്റ് 27-ാം തീയതി അഡീഷണൽ താരിഫുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ഡെവലപ്മെന്റ്സുകൾ. മൂന്നാമതായി ഈ ആഴ്ചയിൽ വരാൻ പോകുന്ന ഡൊമസ്റ്റിക് ഡേറ്റകൾ തന്നെയായിരിക്കും നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. നിക്ഷേപകരും മാർക്കറ്റും ഈ മാസത്തെ HSBC മാനുഫാക്ചറിംഗിന്റെയും സർവീസ് PMI ഡേറ്റകളെയൊക്കെ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യും. മാത്രമല്ല ഈ ഫിസിക്കൽ ഇയറിലെ ഫസ്റ്റ് ക്വാർട്ടർലി GDP റേറ്റും ഓഗസ്റ്റ് 29-ന് റിലീസ് ചെയ്യുന്നുണ്ട്. ടെക്നിക്കൽ ട്രിഗേഴ്സ് ആണ് നാലാമതായി ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. വെള്ളിയാഴ്ച നഷ്ടത്തോടു കൂടിയിട്ടുള്ള വ്യാപാരത്തിന്റെ ഫലമായി നിലവിൽ നിഫ്റ്റി 24,800 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതുകൊണ്ട് തന്നെ, കാരണം ഈ ലെവലിലാണ് നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ
20-day EMA സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിക്ക് 24,800 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം വരാൻ പോകുന്ന ആഴ്ചയിൽ നിഫ്റ്റിക്ക് മുന്നോട്ട് ഒരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 25,250, 25,400 എന്ന ലെവലുകളിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചേക്കാം. ഇനി അതേസമയം നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 24,600 എന്ന ലെവലായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാറുക. അതേസമയം ഡൗൺ സൈഡിലേക്ക് 24,350 എന്ന ലെവൽ സ്ട്രോങ് മാത്രമല്ല നിഫ്റ്റിയിൽ ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് മാറിയേക്കാം. ഈ ലെവലിലാണ് ഈ മാസത്തെ നിഫ്റ്റിയുടെ ലോ സ്ഥിതി ചെയ്യുന്നത്. 24,000 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് അതിപ്രധാനമാണ്. കാരണം ഈ ലെവലിലാണ് നിഫ്റ്റിയുടെ 200-day EMA സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിച്ചത്. മാത്രമല്ല ഇത് എക്സ്പെർട്ടുകളുടെ അനലിസ്റ്റുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ ഒത്തിരിയേറെ ഘടകങ്ങൾ ആശ്രയിച്ചായതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറയാം. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓഗസ്റ്റ് 27-ന് അഡീഷണൽ താരിഫുമായി ബന്ധപ്പെട്ട ഡെഡ് ലൈൻ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ടോ സംഭവിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ മൊത്തത്തില് കുലുക്കി മറിക്കുന്ന സംഭവമായി മാറാനും ഇടയുണ്ട്. ഈ ആഴ്ച മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ വോൾട്ടാലിറ്റി ആണ് അഞ്ചാമതായി നമ്മുടെ ഈ ആഴ്ചയിൽ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഈ ആഴ്ചയിൽ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ സെൻസെക്സിന്റെ നിഫ്റ്റിയുടെ മാത്രമല്ല സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, ബാങ്ക് എക്സ് തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ ഇൻഡസ്ട്രീസുകളുടെയും മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ എല്ലാ ഇൻഡെക്സുകളിലും നമ്മൾ ഹ്യൂജായ വോൾട്ടാലിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ സ്വാധീനിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ ആഴ്ചയിൽ 5 ട്രേഡിംഗ് സെക്ഷൻ കൊണ്ട് തിങ്കൾ തുടങ്ങി വെള്ളി വരെ 2 ട്രേഡിംഗ് സെക്ഷനിൽ 18-ാം തീയതിയും 21-ാം തീയതിയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ബൈ വന്നെങ്കിലും ബാക്കി 3 ട്രേഡിംഗ് സെക്ഷനിലും സെല്ലിംഗ് തന്നെയാണ് ദൃശ്യമായിരുന്നത്. മാത്രമല്ല വെള്ളിയാഴ്ചത്തെ സെല്ലിങ്ങോടുകൂടി ഈ മാസം മാത്രം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും 25,564 കോടി രൂപയാണ് ക്യാഷ് മാർക്കറ്റിൽ സെല്ല് നടത്തിയതെങ്കിൽ ഈ വർഷത്തിൽ 1,57,440 കോടി രൂപയ്ക്കാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വിറ്റൊഴിയുകയുണ്ടായത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ബൈ നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ സെല്ലിംഗ് കുറച്ചുകൊണ്ട് വരികയോ അല്ലെങ്കിൽ സെല്ലിംഗിൽ നിന്ന് മാറി ബൈയിങ്ങിലേക്ക് വരികയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ടും, ഇനി മറിച്ച് സെല്ലിംഗ് നമ്മുടെ മാർക്കറ്റിൽ തുടർന്നാൽ അത് നമ്മുടെ മാർക്കറ്റിനെ ഈ വരുന്ന ആഴ്ചയിലും മോശമായി ഉറപ്പായിട്ടും ബാധിക്കും. ഏഴാമതായി ഇന്ത്യൻ രൂപയുടെ മൂല്യമായിരിക്കും നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. GST റിഫോംസുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിന്റെ ഫലമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ആദ്യത്തെ ട്രേഡിംഗ് സെക്ഷനുകളിൽ ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഉയർത്തിയെങ്കിലും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. വെള്ളിയാഴ്ച 26 പൈസയുടെ നഷ്ടമാണ് ഇന്ത്യൻ രൂപയ്ക്ക് സംഭവിച്ചത്. അതിന്റെ ഫലമായിട്ട് 87.52 എന്ന 6 മാസത്തെ ഏറ്റവും വലിയ ലോയിലേക്ക് ഇന്ത്യൻ രൂപ പതിക്കുകയുണ്ടായി അമേരിക്കൻ ഡോളറിനെതിരെ. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ നമ്മുടെ മാർക്കറ്റിൽ നിന്നും വിറ്റൊഴിയാനും അതേസമയം ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന വർധനവ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ രൂപ അതിന്റെ മൂല്യത്തിലെ ഇടിവിൽ നിന്നും കയറുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ടും, ഇനി അല്ല വീണ്ടും ഇടിയുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ നെഗറ്റീവായിട്ടും ബാധിക്കും. ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടാകുന്ന വർധനവ് ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ എട്ടാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം ക്രൂഡ് ഓയിലിന്റെ വില തന്നെയായിരിക്കും. ക്രൂഡ് ഓയിലിന്റെ വില ഉയരുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ മോശമായിട്ടും, മറിച്ച് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇടിവുണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ടും, അത് നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ട് പോകാൻ സഹായിക്കും. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഈ 8 ഘടകങ്ങളായിരിക്കും നമ്മുടെ മാർക്കറ്റിന്റെ ഗതി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ നമ്മൾ കണ്ടു തന്നെ അറിയണം, നിഫ്റ്റി 25,000 എന്ന ലെവൽ മറികടന്നുകൊണ്ട് എക്സ്പയറി നടത്തുമോ അല്ലെങ്കിൽ ലെവൽ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളതൊക്കെ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അദാനി പോർട്സ് 600 കോടി രൂപ മുടക്കി ലോജിസ്റ്റിക് പാർക്ക് കൊച്ചിയിൽ ആരംഭിക്കുവാനായിട്ട് കമ്പനി
70 ഏക്കർ ഭൂമി അക്വയർ ചെയ്തു എന്നുള്ള വാർത്തകൾ. യെസ് ബാങ്ക് റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് നിന്നും 25% വരുന്ന ബാങ്കിന്റെ സ്റ്റേക്ക് സുമിറ്റോമോ മിറ്റ്സൂയി ബാങ്കിംഗ് കോർപ്പറേഷന് അക്വയർ ചെയ്യുവാനുള്ള അനുമതി നൽകി എന്നുള്ള വാർത്തകൾ. HDFC ബാങ്ക് 1:1 എന്ന റേഷ്യോയിൽ ബാങ്ക് ബോണസ് ഇഷ്യൂ അനൗൺസ് ചെയ്തതിന്റെ റെക്കോർഡ് ഡേറ്റ് ഓഗസ്റ്റ് 27, 2025 റിലയൻസ് ഇൻഫ്ര കമ്പനിയുടെ പൂനെ സറ്റാര ടോൾ റോഡ് പ്രോജക്ട് ക്യൂബ് ഹൈവേസിന് 2000 കോടി രൂപയ്ക്ക് വിറ്റതായിട്ടുള്ള വാർത്തകൾ. ഒസ്വാൾ അഗ്രോ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പായ ഒസ്വാൾ ഗ്രീൻ ടെക് 4.99% വരുന്ന സ്റ്റേക്കുകൾ 66.99 ലക്ഷം രൂപ മുടക്കി 76 രൂപ പെർ ഷെയർ എന്ന നിലയിൽ വാങ്ങി എന്നുള്ള വാർത്തകൾ. അപ്പോളോ ഹോസ്പിറ്റൽസ് പ്രൊമോട്ടർ സുനിത റെഡ്ഡി 1.3% സ്റ്റേക്ക് 1489 കോടി രൂപ മൂല്യം വരുന്നവ വിറ്റൊഴിഞ്ഞതായിട്ടുള്ള വാർത്തകൾ. ഏവർക്കും ശുഭ സായാഹ്നം നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.